ആരിഫെ, നിൻ്റെ കോയാ കോളിങ്ങിൽ വന്ന് 3 ചോദ്യങ്ങൾ ധൈര്യത്തോടെ ഞാൻ ചോദിച്ചിരുന്നു. എന്നാൽ നീ അതിന് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചോദ്യങ്ങൾ നീ വഴിതിരിച്ചു വിട്ടു. ചോദ്യം ആവർത്തിക്കുകയാണ്. 1, നീ യുക്തിവാദിയാണോ? യുക്തിവാദം സമ്പൂർണ്ണമാണോ? 3-മതായി, യുക്തിവാദത്തിൻ്റെ 2 പാർശ്വങ്ങളാണോ സ്വതന്ത്ര ചിന്തയും നിരീശ്വരവാദവും? നീ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയൊരു വാദം എനിക്കില്ല എന്നും ഞാനെവിടെയും യുക്തിവാദം സമ്പൂർണ്ണമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ, നിങ്ങൾ യുക്തി ഉപയോഗിക്കാറില്ലേ എന്ന മറുചോദ്യമാണ്. നീ ആദ്യം മുതലേ സോഷ്യൽ മീഡിയയിൽ നീ സജീവമാകുന്ന കാലഘട്ടം മുതലേ യുക്തിവാദി എന്ന ലേബലിൽ, സ്വതന്ത്ര ചിന്തകനെന്ന അവാർഡ് വാങ്ങുമ്പോഴും ആ ലേബലിലാണ് നീ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടതും അങ്ങനെ അറിയപ്പെടാനാണ് നീ ആഗ്രഹിച്ചതും. എന്തായാലും അതിൻ്റെ പരിശ്രമമുള്ളപ്പോൾ എന്താണ് യുക്തിവാദം? ഈ സ്വതന്ത്ര ചിന്തയുടെയും നിരീശ്വരവാദത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് യുക്തിയാണ്. യുക്തിവാദം സമ്പൂർണ്ണമാണോ? ലഭ്യമായ അറിവുകൾ, ശാരീരിക ക്ഷമതകൾ, മാനസികമായ ബലം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ, മാനസികമായവന് ശക്തിയില്ല എങ്കിൽ, അവന് ലഭിച്ച അറിവുകൾ കുറവാണ് എങ്കിൽ യുക്തിവാദം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോരുത്തരിലും യുക്തി അതുകൊണ്ട് കണ്ടെത്തുന്ന വിലയിരുത്തലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമല്ല യുക്തിവാദം എന്നുള്ളത്. അപ്പോൾ സമ്പൂർണ്ണമല്ലാത്ത യുക്തിവാദം കൊണ്ട് ഒരു കാര്യത്തെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കാത്തതാണ്. ശരിയായ അളവ് പാത്രത്തിന് മാത്രമേ ഒരു വസ്തുവിൻ്റെ അളവിനെ കണ്ടെത്താൻ കഴിയൂ. അളവ് പാത്രത്തിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസമുണ്ടാവും, സംശയമുണ്ടാവും. ഇത് നിനക്കറിയാവുന്നത് കൊണ്ടാണ് നീ ഇതിലേക്ക് നീ വരാതിരുന്നത്. പിന്നീട് നിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ നീ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരുന്നു നിൻ്റെ ഉദ്ദേശത്തിലേക്ക് വരുവാൻ വേണ്ടി. എന്തായാലും ഓരോന്നായിട്ട് നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ 9:29 കുറിച്ച് ചോദിച്ചു, അതിൻ്റെ മറുപടി മുമ്പിട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും കാണണം.